നിങ്ങൾ സർക്കാരിനെതിരെ വസ്തുതയുടെ അടിസ്ഥാനത്തിൽ വിമർശനം ഉന്നയിച്ചാൽ, നിങ്ങൾ നാളെ പ്രബീർ പുർക്കായസ്തെ പോലെ, ആൾട്ട് സുബൈറിനെ പോലെ, നമ്മളുടെ ഗുഹാ താക്കൂർത്തയെ പോലെ, അതല്ലെങ്കിൽ സിദ്ദീഖ് കാപ്പനെ പോലെ, ഗൗരി ലങ്കേഷിനെ പോലെ, വൈറിലെ സിദ്ധാർത്ഥ ഭരദ്വാജനെ പോലെ, കരൺ ധാപ്പറിനെ പോലെ നിരന്തരം വേട്ടയാടപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ദയനീയമായിട്ടുള്ള കാര്യം. ജനാധിപത്യത്തിൻ്റെ നാലാം തൂണെന്നൊക്കെയുള്ള പറച്ചിലേ ഉള്ളൂ. നമ്മളിടയിൽ തന്നെ ഒറ്റുകാരുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൻ്റെ കാരണം നമ്മൾ ഭയന്നു തുടങ്ങുന്ന നിമിഷം ഈ വേട്ടക്കാർക്ക് കൂടുതൽ ശക്തി വരുന്നു എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് പറയുന്ന ഓരോ വാചകങ്ങളിലും നിങ്ങൾക്കെതിരെ FIR ഇടാൻ വേണ്ടി ഭരണകൂടം ശ്രമിക്കുന്നത്. അതേതു ഭരണകൂടമാണെങ്കിലും അവർക്കെതിരെയുള്ള ചെറുത്തുനിൽപ്പ് സാധ്യമാകേണ്ടതുണ്ട്. കാരണം മാധ്യമ സ്വാതന്ത്ര്യം ഇല്ലാതെയായി കഴിഞ്ഞാൽ, ഒരു ഉപമ നമ്മളെപ്പോഴും പറയും, എപ്പോഴാണോ ഈ മൈനുകളിലേക്ക് ഈ പക്ഷികളെ ഇറക്കി വിടുന്നത്, ആ കാനറി പക്ഷികൾ തിരികെ വരുമ്പോഴാണ് അവിടെ ഓക്സിജൻ ഉണ്ട് എന്ന് നമുക്ക് ബോധ്യമാവുക. കാനറി പക്ഷികൾ തിരികെ വരാത്ത പക്ഷം നിങ്ങൾക്ക് അവിടെ പോയി ആ മൈനുകളിൽ പോയി തൊഴിലെടുക്കാൻ കഴിയില്ല. ജനാധിപത്യത്തിൻ്റെ മൈനുകളിലെ കാനറി പക്ഷികളാണ് മാധ്യമങ്ങൾ എന്ന് പറയുന്നത്. ആ മാധ്യമങ്ങൾ ആ ഉത്തരവാദിത്വത്തോടു കൂടി അവിടെ പ്രവർത്തിക്കുമ്പോൾ മാത്രമാണ് അവിടെ ഓക്സിജൻ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ജനാധിപത്യമുണ്ടെങ്കിലേ മാധ്യമങ്ങൾ ഉണ്ടാവുകയുള്ളൂ, മാധ്യമങ്ങൾ ഉണ്ടെങ്കിലേ ജനാധിപത്യം ഉണ്ടാവുകയുള്ളൂ.